ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓവറോൾ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ശക്തമായ ഒരു ഏറ്റുമുട്ടലാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി 24,850 ലെവലിൽ എത്തുമ്പോൾ ശക്തമായ സെല്ലിങ്ങും നിഫ്റ്റി താഴെ 24,750 എത്തുമ്പോൾ ശക്തമായ ബൈങ്ങും നടക്കുന്നത് കാണാം. അപ്പോൾ ബുൾസും ബിയേഴ്സും ഈ ഒരു റേഞ്ചിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പുട്ട് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡിലുള്ള ഏറ്റവും അധികം ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നത് 25,000 എന്ന ലെവലിലാണ്. അതുപോലെ പുട്ട് സൈഡിലെ ഏറ്റവും അധികം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 24,500 എന്ന ലെവലിലാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബൗണ്ടായി നിൽക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് നിഫ്റ്റി 24,773 എന്ന ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയതെങ്കിലും അതൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഓവറോൾ BSEയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 51% സ്റ്റോക്കുകളും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സെക്ടറുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓട്ടോ ഇൻഡെക്സ് ആണ് എടുത്തു പറയത്തക്ക ശക്തമായ ഒരു മൂവ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതുപോലെ IT സെക്ടറിലുള്ള ആ ഒരു ഫോൾ ഇപ്പോഴും തുടരുകയാണ്. ഔട്ട്സോഴ്സിംഗുമായി ബന്ധപ്പെട്ട താരിഫ് ആ ന്യൂസ് തീർച്ചയായിട്ടും IT സ്റ്റോക്കുകളെ തീർച്ചയായിട്ടും പിടിച്ചുലച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ അതിൽ കാണുന്നത്. ഓട്ടോ സെക്ടറിൽ ശക്തമായ റാലിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒരു മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആ റാലിയാണ് ഇവിടെ ഇന്ന് 3% കൂടുതലുള്ള ഒരു മൂവ് കണ്ടത്. ആ ഓട്ടോ ഇൻഡെക്സിലുള്ള പല ലീഡിംഗ് സ്റ്റോക്കുകളും 3 മുതൽ 5% വരെ മുന്നോട്ട് പോയതായിട്ട് കാണാം. അപ്പോൾ ഭാരത് ഫോർജ്, അശോക് ലാലൻഡ്, മദർസൺ, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ മോട്ടോഴ്സ്, എക്സൈഡ് ഇന്ത്യ, TVS മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കുകളും ഏകദേശം 3 മുതൽ 5% വരെ റാലി നടന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു 3.3% ഓട്ടോ ഇൻഡെക്സിൻ്റെ ആ ഒരു മുന്നേറ്റത്തിൽ MRF സ്റ്റോക്ക് മാത്രമാണ് ആ ഇൻഡെക്സിൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ കഴിഞ്ഞ ഒരു മാസത്തെ അതിൻ്റെ ഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ 15% ഓവറോൾ ഗെയിനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഓട്ടോ സെക്ടറിൽ ഉണ്ടാവാനുള്ള കാരണം തീർച്ചയായിട്ടും GST അനൗൺസ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും സ്മോൾ കാറുകളുടെയും SUVകളുടെയും 2 വീലേഴ്സിൻ്റെയും ഒക്കെ പ്രൈസ് തീർച്ചയായിട്ടും താഴത്തേക്ക് വരും. അത് കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ആ അഫോർഡബിലിറ്റി വർദ്ധിക്കുകയാണ്. ഇത് കൂടാതെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ്, അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ ഈ ഓട്ടോ സെഗ്മെന്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പല ഓട്ടോ കമ്പനികളും അവരുടെ കാറുകളുടെ പ്രത്യേകിച്ച് SUVയും സ്മോൾ കാറുകളുടെയൊക്കെ വില ഗണ്യമായി കുറച്ചായിട്ട് കാണാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഒക്കെ ഏകദേശം 1.45 ലാക്ക് മുതൽ 1.5 ലാക്ക് വരെ അവരുടെ പ്രൈസ് സ്ലാഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഹുണ്ടായിയുടേത് 2.4 ലാക്സിൻ്റെ ഒരു ബെനിഫിറ്റാണ് കസ്റ്റമേഴ്സ് നൽകുന്നത്. അതുപോലെ മാരുതി അവരുടെ റിവൈസ്ഡ് പ്രൈസസ് ഓൾറെഡി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വരാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ അതിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ശക്തമായൊരു ബൈങ് ഓട്ടോ സെഗ്മെൻറ്റിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ സ്റ്റോക്കുകളിലെ റാലിക്ക് കാരണമായത്. കൂടാതെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല ബ്രോക്കറേജ് ഹൗസുകളും ഓട്ടോ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടും നമുക്ക് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റാലിയാണ് ഇപ്പോൾ നമ്മൾ ഓട്ടോ സെഗ്മെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ മാരുതി സുസുക്കി, അശോക് ലാലൻഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഷോർട്ട് ടേം ആയിട്ട് അതിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വലിയ തോതിൽ ക്യാഷ് സർപ്ലസ് ആയിട്ട് ഉണ്ടാവുക എന്നത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ, അതുപോലെ എമർജൻസി ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ക്യാഷ് സർപ്ലസ് അവരുടെ കയ്യിലുണ്ടാകുമ്പോൾ സാധിക്കും. അത് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. അപ്പോൾ ആ ഒരു ക്യാഷ് അവർ ചിലപ്പോൾ ലിറ്ററായിട്ട് ക്യാഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഹൈലി ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഫണ്ടുകളിലോ ട്രഷറി ബില്ലിലോ അത്തരത്തിൽ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന അത്തരം അസറ്റ് ക്ലാസ്സുകളിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ ലിക്വിഡിറ്റി ക്യാഷ് അവരുടെ കയ്യിലുണ്ടാകുമ്പോൾ കൂടുതൽ കടമെടുക്കാതെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത, അവരുടെ FY25 റവന്യൂ നമ്മൾ പരിശോധിച്ചാൽ ആ റവന്യൂവിനേക്കാൾ കൂടുതലുള്ള ക്യാഷ് സർപ്ലസ് ആണ് അവരുടെ കയ്യിലുള്ളത്. അതിൽ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. നമുക്കറിയാം, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എയറോസ്പേസ് ഡിഫൻസ് രംഗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ FY25 റവന്യൂ 30,981 കോടിയാണ്.
പക്ഷെ അവരുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കാണുന്നത് 38,152 കോടിയാണ്. അപ്പോൾ കഴിഞ്ഞ FY15 മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ 10 വർഷം കൊണ്ട് അവരുടെ ക്യാഷ് ഇക്വാലൻ നേരെ ഡബിൾ ആയതായിട്ട് കാണാം. കാരണം FY15 അത് 17,768 കോടിയായിരുന്നു. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്ന മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഇപ്പോൾ സബ്മറൈൻസും ഷിപ്സും അതുപോലെ തന്നെ ഷിപ്പുകളുടെ കൺസ്ട്രക്ഷൻ റിപ്പയർ ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഓഫ് ഷോർ പ്ലാറ്റ്ഫോം ഡിഫൻസ് സെഗ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനി കൂടിയാണ്. ഇവരുടെ ഒരു FY25 റവന്യൂ എന്ന് പറയുന്നത് 11,432 കോടിയാണ്. പക്ഷേ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അവരുടെ കയ്യിലുള്ളത് 16,150 കോടിയാണ്. അതായത് FY15 7,618 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അത് നേരെ ഡബിളായിട്ട് ഈ രീതിയിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ മറ്റൊരു സ്റ്റോക്ക് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവരുടെ ഒരു FY25 റവന്യൂ എന്ന് പറയുന്നത് 3,212 കോടിയാണ്. പക്ഷെ അവരുടെ കയ്യിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് സർപ്ലസ് എന്ന് പറയുന്നത് 5,184 കോടിയാണ്. FY15 വെറും 1,452 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ രീതിയിലുള്ള വലിയൊരു ജമ്പ് അവരുടെ ക്യാഷ് റിസർവിൽ നമ്മൾ കാണുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള ഭാരത് ഡൈനാമിക്സ്, ഇതും ഡിഫൻസ് സെഗ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ്. പ്രത്യേകിച്ച് ഗൈഡഡ് മിസൈൽസ്, ലോഞ്ചേഴ്സ്, ടോർപിഡോസ്, സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺ സിസ്റ്റം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ FY25 റവന്യൂ എന്ന് പറയുന്നത് 3,345 കോടിയാണ്. പക്ഷെ അവരുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അവരുടെ കയ്യിൽ കാണുന്നത് 4,190 കോടിയാണ്. FY20 വെറും 663 കോടി മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള PTC ഇൻഡസ്ട്രീസ്, ഇവർ നമുക്കറിയാം മെറ്റൽ, അലോയ്, ടൈറ്റാനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്കൽ ബേസ്ഡ് മെറ്റീരിയൽസിലുള്ള ഹൈ പ്രിസിഷൻ മെറ്റൽ കാസ്റ്റിംഗ് ക്രാഫ്റ്റഡ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കമ്പനിയുടെ റവന്യൂ 308 കോടി മാത്രമാണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അതിനേക്കാൾ കൂടുതലുണ്ട്, 382 കോടിയുണ്ട്. അപ്പോൾ ഈ കമ്പനി ഇതിനു മുമ്പൊക്കെ വലിയ തോതിൽ ക്യാഷ് റിസർവ് ഒന്നും കയ്യിൽ ഇല്ലാതിരുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ക്യാഷ് സർപ്ലസ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ക്യാഷ് റിച്ച് കമ്പനികളുടെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം ആ കമ്പനികളിലുള്ള എക്സ്പാൻഷൻ്റെ സാധ്യത അത്രക്കും കൂടുതലാണ്. കൂടാതെ അവർക്ക് എക്സ്പാൻഷന് വേണ്ടി കൂടുതൽ ഡെറ്റ് ആശ്രയിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിരിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.